ഞാൻ നോക്കുമ്പോൾ മലയാള സിനിമ പോരാ, അപ്പോൾ ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമ എടുത്ത് കാണിച്ചത്. പ്ലാൻ ചെയ്ത ഒരു സബ്ജക്റ്റാണ് പിന്നെ ഞാൻ എൻ്റെ അസോസിയേറ്റിന് കൊടുത്തത്. അത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, ഞാൻ അഭിനയിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് മമ്മൂട്ടി അഭിനയിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട്, അതറിയുന്നത് കൊണ്ടും നമ്മൾ മാറി. അപ്പോൾ എനിക്ക് ലാല് വേണം, ശ്രീനിവാസൻ വേണം. അപ്പോൾ ലാലിലൊന്നും എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും സുഖകരമായ അവസ്ഥ മമ്മൂക്ക വന്നുകൊണ്ടുണ്ടായി. കാരണം ഞാൻ കാശ് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളെ എഫോർഡ് ചെയ്യാനുള്ള കാശൊന്നും എൻ്റെ അടുത്തില്ല, അത് നിന്നോട് ഞാൻ പൈസ ചോദിച്ചിട്ടില്ലല്ലോ. ഒരു ലേഡി, അവർ കുട്ടീനെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് അവർ ബോയ് ഫ്രണ്ട് കാണാമെന്നാണ്. ബോയ് ഫ്രണ്ടാണോ സുഹൃത്താണോ നമുക്കറിയില്ല. പിന്നെ ഈ സദാചാരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടെ ആയിട്ട് ധൈര്യമില്ലല്ലോ ആൾക്കാർക്ക്. ഞാൻ ഇന്ന ആളായിട്ട് ഇണചേർന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഉഭയകക്ഷി സമ്മതപ്രകാരം കിടക്ക പങ്കിട്ടു എന്ന് പറയാൻ ധൈര്യമുള്ള ആരും ഇല്ലല്ലോ. അപ്പോൾ പേടിയായി. നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, സിനിമയുടെ വിവിധ മേഖലകളിൽ സജീവമാണല്ലോ. ഇതിൽ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ളത് ഏത് മേഖലയാണ്? എല്ലാ മേഖലയും കംഫർട്ടാണ്. പ്രത്യേകിച്ച് മേഖലകൾ അങ്ങനെയല്ല, എല്ലാ മേഖലയിലും ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ഏത് മേഖലയിൽ എന്നുള്ളതില്ല. പ്രത്യേകിച്ച് കൂടുതൽ കാശ് കിട്ടുന്നതിൽ കൂടുതൽ സന്തോഷം. അതെ. സിനിമയിലെ തുടക്കം അത് തിരക്കഥാകൃത്തായിട്ടാണല്ലോ. ഇപ്പോൾ സാമൂഹിക പാഠം, അതുപോലെ തന്നെ ഷട്ടർ, അങ്കിൾ, ഈ തിരക്കഥയിൽ സ്വീകരിച്ചിട്ടുള്ള പ്രധാന സംഗതികൾ എന്തൊക്കെയാണ്? അത് തുടക്കം ശരിക്ക് അഭിനയത്തിൽ തന്നെയാണ്. ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്നുള്ള സിനിമ, അത് 1985 ആണ്. അതാണ് സിനിമയിലേക്കുള്ള ആദ്യത്തെ എൻട്രി. അതിനു മുമ്പ് ഞാൻ തിരക്കഥ എഴുതിയിട്ടുള്ളതൊക്കെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയ സമയത്ത് ഞാനവിടെ ചെല്ലുമ്പോഴേക്ക് അഡ്മിഷൻ കഴിഞ്ഞു പോയി. എവിടെ പോകുമ്പോഴും കുറച്ച് വൈകിട്ടാണ് പോവുക. അപ്പോൾ അവിടെ പിന്നെ ഒരു കൊല്ലത്തോളം താമസിച്ചു. പല പല വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ കൂടെ ഹോസ്റ്റലുകളിൽ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഡിപ്ലോമ പഠനത്തിന് വേണ്ടി തിരക്കഥ എഴുതി കൊടുത്തു. അതായിരുന്നു എനിക്ക് തോന്നുന്നത് തിരക്കഥ എഴുത്തിൽ എൻ്റെ ഒരു ആദ്യ അനുഭവം. ഇന്നത്തെ പ്രശസ്ത ഛായാഗ്രഹൻ, ബോളിവുഡിലൊക്കെ പ്രശസ്ത ഛായാഗ്രഹനായ KU മോഹനൻ, CK മുരളീധരൻ, ഹരി നായർ, ഇവരുടെയൊക്കെ ഡിപ്ലോമ പഠനത്തിൻ്റെ തിരക്കഥ ഞാനാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് തുച്ഛമായൊരു കാശും കിട്ടും. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസായി. ഇന്നത്തെ ഇന്ത്യയിൽ തന്നെ വലിയ അറിയപ്പെടുന്ന ക്യാമറമാർ അവർ മൂന്നാളും അറിയാലോ. 3 Idiotsഉം അന്താദീനൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ, PK പോലത്തെ പടം ചെയ്ത ഇയാൾ, മുരളീധരൻ. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെയാണ് ഈ അമ്മ അറിയാൻ സിനിമ വരുന്നു, പിന്നെ സാമൂഹ്യ പാഠം എന്നുള്ളൊരു സിനിമ എഴുതുന്നു, അങ്ങനെ തിരക്കഥയിലേക്ക് വരുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യം തീരും, തിരക്കഥ എഴുതേണ്ടതിന് അതെ, ഇപ്പോൾ തിരക്കഥയിൽ സ്വീകരിക്കാനുള്ള പ്രധാന സംഗതികൾ എന്താണെന്ന്. പ്രധാന സംഗതി, നമ്മളൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചാൽ അത് ഏറ്റവും പവർഫുള്ളായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റും എന്ന് ആദ്യം അറിയാം. ബേസിക്കായിട്ട് അറിയേണ്ട കാര്യം, നമ്മൾ നല്ലൊരു പ്രേക്ഷകനാവുക. നമ്മൾ സിനിമ കാണുന്ന ഒരാളായാൽ മാത്രമേ നമുക്ക് നല്ല തിരക്കഥാകൃത്താൻ പറ്റുള്ളൂ. കാരണം നമ്മളെക്കാൾ എപ്പോഴും അഡ്വാൻസ്ഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ പ്രേക്ഷകർ. അതിനേക്കാൾ മുമ്പിൽ നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകന് കഥ മനസ്സിലാവുകയും ബോറടിക്കുകയും ചെയ്യും. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റരുത്. അങ്ങനെ സീനുകൾ എഴുതുമ്പോഴാണ് ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ നമ്മൾ അവരെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു പടം തുടങ്ങി ഒരു 4 സീൻ കഴിയുമ്പോഴത്തേക്കും കഥ മനസ്സിലാവും. പല പടങ്ങളുടെയും അവസ്ഥ അതാണ്. അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ, പ്രേക്ഷകർ നമ്മളൊരിക്കലും അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മളെക്കാൾ മിടുക്കരാണ് അവരെന്ന് ആദ്യം വിചാരിക്കുക. നമ്മളല്ല മിടുക്കന്മാർ, നമ്മളെക്കാൾ മിടുക്കരാണ് പ്രേക്ഷകർ. അവരെങ്ങനെ കുപ്പിയിലാക്കാം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവരെങ്ങനെ കുപ്പിയിലാക്കാം
എന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ടെക്നോളജിയിൽ അപ് ടു ഡേറ്റ് ആയിരിക്കും, മ്യൂസിക്കിൽ അപ് ടു ഡേറ്റ് ആയിരിക്കും, പലതിലും അപ് ടു ഡേറ്റ് ആയിരിക്കും. ഇന്നിപ്പം ലോക വ്യാപകമായിട്ട് എല്ലാ സിനിമകളും കാണാനുള്ള ഒരുപാട് OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഒരുപാട് ചില ഫ്രെയിംസ് കണ്ടാൽ തന്നെ ചില കുട്ടികൾ പറയും, ഇത് ഇന്ന പടത്തിലെ ഫ്രെയിമാണല്ലോ. നമ്മുടെ മലയാള സിനിമത്തെ പല സിനിമകളും ഒന്നാമത് ആദ്യമൊക്കെ ഡയറക്റ്റ് കോപ്പിയിങ് ആയിരുന്നു, ഇപ്പോൾ ഫ്രെയിം ഒക്കെ മോഷ്ടിക്കുക ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് അവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കഥ കൊണ്ടുപോകാൻ പറ്റണം. അതാണ് തിരക്കഥാകൃത്ത് ബേസിക്കായിട്ട് വേണ്ടത്. പിന്നെ തിരക്കഥ എഴുതി പൂട്ടി വെച്ചിട്ട് പോയി ഷൂട്ട് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഇല്ല. ഒരു ഡയറക്ടറുമായി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അയാളുടെ കൂടെ അഭിപ്രായങ്ങളും അയാളുടെ കൂടെ വീക്ഷണങ്ങളും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് സ്ക്രിപ്റ്റിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക എന്നൊക്കെ ഉള്ളത് ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാറ് നാടകത്തിൽ നിന്നാണല്ലോ ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ നാടക രചനയും ഈ സിനിമയുടെ തിരക്കഥ എഴുതലും ഇതിൽ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും എന്താണ്? അത് രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. നാടകം ഒരു സ്റ്റേജിൽ നടക്കുന്നതാണ്. ആ ഒരു സ്റ്റേജിൽ നടക്കുന്ന ഒരു നാടകീയമായ മുഹൂർത്തങ്ങൾ സിനിമയിൽ അത് അരോചകമാവും. അപ്പോൾ നമുക്ക് നാടകം അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് സിനിമയായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഒന്നാമത് അമിതാഭിനയം ഉണ്ടാവും, ചലനങ്ങൾ എങ്ങനെയായിരിക്കും. ഒരേ സ്റ്റേജ് തന്നെയാണ് വീടും കൊട്ടാരവും കാടും ഒക്കെയായി മാറുന്നത്. സിനിമയ്ക്കുള്ള സാധ്യതകൾ അനന്തമാണ്. കാട് വേണമെങ്കിൽ കാട്ടിൽ പോയി ഷൂട്ട് ചെയ്യാം, വീടുകൾ ഇഷ്ടമുള്ള വീടുകൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ആ പരിമിതി കൊണ്ട് തന്നെ നാടകം എഴുതുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനത്തെ പരിമിതികളൊക്കെ ആലോചിക്കും. ഇതൊരു സ്റ്റേജാണ്, ഈ സ്റ്റേജിൽ നടക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് ഒരു സ്റ്റേജിനെ പറ്റിയിട്ടുള്ളൊരു സെൻസ് നമുക്ക് ഉണ്ടാവണം. ബേസിക്കലി നമ്മളൊരു നാടകത്തിൽ അഭിനയിക്കുന്ന ആളാവണം, ഒരു നടനാവണം, നാടക നടൻ. അപ്പോഴാണ് അയാൾക്ക് ഈ സ്റ്റേജിൻ്റെ മൂവ്മെൻറ്റ്സ്, ഡയലോഗിൻ്റെ പ്രസൻറ്റേഷൻ്റെ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ എഴുത്തിൽ വരുള്ളൂ. സ്ക്രിപ്റ്റിൽ അങ്ങനെയല്ല. സ്ക്രിപ്റ്റ് ഒരു ടോട്ടൽ വർക്കാണ്, ഒരു ഡയറക്ടറും കൂടെ ചേർന്നിട്ടുള്ളൊരു വർക്കാണ് ശരിക്കും. സ്ക്രിപ്റ്റ് അതിൻ്റെ ബ്ലൂ പ്രിൻ്റാണ്. നമ്മളിപ്പോൾ ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവുമല്ലോ, ഒരു പ്ലാൻ വരച്ചിട്ടുണ്ടാവും. ഈ പ്ലാനിൻ്റെ മുകളിൽ ഇങ്ങനെ പടുത്തുയർത്തുന്ന ഒരു ആർക്കിടെക്ചറൽ ഒരു 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 വർക്ക് ഓഫ് ആർട്ടാണ് സിനിമ. ഒരു കെട്ടിടം നിർമ്മിക്കുന്ന കാര്യം അത്. നാടകം അങ്ങനെയല്ല. നാടകം ആകസ്മികമായിട്ട് തന്നെ വിജയവും പരാജയമാണ്. ഇപ്പോൾ അഭിനയിക്കുന്നതിനിടയ്ക്ക് ഒരു നടന് ഡയലോഗ് തെറ്റി, അല്ലെങ്കിൽ ഒരു നടന് വരാൻ പറ്റിയില്ല, ഒരു നടി ബോധം കെട്ട് വീണു, മാറി, നാടകം മാറി, സ്റ്റേജ് മാറി, ഒക്കെ മാറി. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നത്. സിനിമയ്ക്ക് അങ്ങനെയല്ലല്ലോ. സിനിമ നിങ്ങൾക്ക് ഇന്ന ഷോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി വീണ്ടും എടുക്കാം. മറ്റേത് റിപ്പീറ്റേഷൻ ഇല്ല, അത് ആസിറ്റീവാണ്, അതത് മാത്രമാണ്. തിരക്കഥയില്ലാതെ സാറ് സിനിമ ഷൂട്ട് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തിരക്കഥയുടെ അടിസ്ഥാന പ്രമാണം എന്താണ് ശരിക്കും? തിരക്കഥ ഇല്ലാതെ ഷൂട്ട് ചെയ്യാലോ, നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഇത് പുസ്തകം നോക്കിയിട്ട് ഇങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഡയറക്ടർക്ക് അയാൾ എഴുതിയ സ്ക്രിപ്റ്റ് ആണെങ്കിൽ അയാൾ മനസ്സിലുണ്ടാവും. ഡയലോഗുകൾ വരെ ബൈഹാർട്ടായിരിക്കും. എനിക്കങ്ങനെയാണ്. മാത്രമല്ല ഈ എഴുതിയത് നമ്മൾ എത്രയോ മാറ്റുമല്ലോ. ഇപ്പോൾ ഷട്ടർ എന്നുള്ള സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ആ ലൊക്കേഷനാണൊക്കെ എഴുതിയിട്ടുള്ളത്. പല സംവിധായകരും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ ജോൺ അബ്രഹാമിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തതാണ്. ജോണ് പടം എടുത്ത് തീരുന്നവരെ തിരക്കഥ മറിച്ചു നോക്കിയിട്ടേ ഇല്ല. ലൊക്കേഷൻ വരെ അദ്ദേഹം പോയി കണ്ട് കൺഫേം ചെയ്തതാണ്. ലൊക്കേഷൻ, അവിടെ മനുഷ്യർ, ഇന്ന ആൾ വേണം ഇത് ചെയ്യാൻ, ഇന്ന ആൾ വേണം എന്നുവരെ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു പ്രതിഭാശാലിയാണ് ജോണ്. നമ്മൾ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും മനസ്സിൽ സിനിമയുണ്ടെങ്കിൽ ഇത് മുൻകൂട്ടി എഴുതി തയ്യാറാക്കണമെന്നൊന്നുമില്ല. പക്ഷേ തയ്യാറാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കാൻ വളരെ സഹായം ചെയ്യും. അനാവശ്യമായ ഷൂട്ട് ചെയ്ത് അവസാനം എഡിറ്റ് ചെയ്ത് കളയേണ്ട അവസ്ഥ ഉണ്ടാവില്ല. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സമയപരിധിയെ പറ്റി അറിയാത്തതുകൊണ്ട് ഒരുപാട് ഷൂട്ട് ചെയ്യും. 3-3.5 മണിക്കൂറൊക്കെ പല സിനിമകളും ഉണ്ടാവും. നമുക്ക് 2 മണിക്കൂർ വേണ്ടു. അപ്പോൾ ഇത്രയും 1.5 മണിക്കൂർ കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു 20 ദിവസം മെനക്കെട്ടുണ്ടാവും. ഒരു ദിവസം മിനിമം ഒരു 3 മുതൽ 4 ലക്ഷം രൂപ വരെ കോസ്റ്റ് വരും. അപ്പോൾ 20 ദിവസത്തേക്ക്
എത്ര റുപ്യ കോസ്റ്റ് വന്നു? മനസ്സിലായോ? ഞാൻ കണക്ക് പറയുന്നില്ല. അത്രയും നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ക സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അത് ചാർട്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഫിക്സ് ചെയ്ത് അങ്ങനെ പോകുന്നത്. സാറിപ്പോൾ ഷട്ടറിൻ്റെ കാര്യം പറഞ്ഞു. ഷട്ടറായിരുന്നല്ലോ ആദ്യത്തെ സിനിമ. അപ്പോൾ ഷട്ടർ എന്ന സിനിമയിലോട്ട് വരാനുള്ള മെയിൻ കാരണം? മെയിൻ കാരണം സിനിമ എടുക്കാൻ തോന്നി, അതെ, അത്രേ ഉള്ളൂ. വേറെ കാരണങ്ങളൊന്നും ഇതിലില്ല. ഞാൻ നോക്കുമ്പോൾ മലയാള സിനിമ പോരാ, അപ്പോൾ ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമ എടുത്ത് കാണിച്ചതാണ്. ഷട്ടറിൻ്റെ കഥ നേരത്തെ കയ്യിലുണ്ടായിരുന്നതാണ്? കയ്യിലില്ല, ഉണ്ടാക്കിയതാണ്. അതെ. അത് നാടകം ആയിട്ടാണ് ആദ്യം ആലോചിച്ചത്. പക്ഷെ നാടകത്തിൻ്റെ ഒരു സ്പേസിൽ നിൽക്കുന്ന സിനിമയല്ല അത്, തീമല്ല അത്. കാരണം അതിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സസ്പെൻസിൻ്റെ ലിമിറ്റൊക്കെ കുറവാണ്. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ആദ്യം പ്ലാൻ ചെയ്ത്, അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് രഞ്ജിത്തിൽ സംവിധായകൻ, രഞ്ജിനോട് പറഞ്ഞപ്പോൾ രഞ്ജിയെ പറഞ്ഞത് ഇത് ഒരു ഫീച്ചർ ഫിലിമിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഫീച്ചർ ഫിലിമിലേക്ക് വരുന്നത്. സാറ് ഷട്ടറിൻ്റെ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഷട്ടർ സിനിമ ശരിക്കും നടന്നതാണോ? അതുപോലെ തന്നെ ഈ ഷട്ടർ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അടുത്ത ആർട്ടിസ്റ്റിനായാലും അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനായാലും. എന്തായിരുന്നു അതിൻ്റെ തുടക്കം? നടന്നതാണോ എന്ന് ചോദിച്ചാൽ, നടക്കാത്ത ഒരു കാര്യം ഒരാൾക്ക് കഥയാക്കാൻ പറ്റില്ല. എല്ലാ കഥകളും ഇവിടെയും അടിസ്ഥാനപരമായിട്ട് അത് യാഥാർത്ഥ്യത്തിൻ്റെ അംശം ഉണ്ടാവും. നിങ്ങൾക്ക് ഭാവന എന്നൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. അതിനും ഒരു യാഥാർത്ഥ്യവുമായിട്ട് എവിടെയെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. പിന്നെ അത് അതേപടി എടുക്കുക എന്നുള്ളതല്ല, അതിനെ ഒരു എഴുത്തുകാരെന്നുള്ള രീതിയിൽ അതിന് വേറെ സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു, അതിലേക്ക് ചില ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നു, അതിനൊന്ന് പൊലിപ്പിക്കുന്നു, അങ്ങനെ അത് പ്രേക്ഷകന് അനുഭവേദ്യമാകുന്ന രീതിയിൽ നമ്മളതിന് മാറ്റിയെടുക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഷട്ടർ എന്നുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ, ഞാൻ കാണുന്ന ഒരു പ്രത്യേക പ്രായത്തിലുള്ള ആൾക്കാർ, ഒരു 45-50 ഇടയിലുള്ള ആൾക്കാർ കേട്ടോ, പുതിയ കുട്ടികളല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ. പലരും ഷട്ടറിലല്ലെങ്കിലും മറ്റിടങ്ങളിൽ കുടുങ്ങിപ്പോയ കഥകൾ. അതെ, തീർച്ചയായിട്ടും. അത് തിയേറ്ററിൽ, ഈ സി ക്ലാസ് തിയേറ്റർ നടത്തിയിരുന്ന ഒരു സുഹൃത്ത്, അയാൾ അച്ഛനാണ് നടത്തിയിരുന്നത്, അയാൾ ആ തിയേറ്റർ കുടുങ്ങിപ്പോയി, തിയേറ്റർ പൂട്ടിയിട്ട് വേറെ ആൾ പോയി, അങ്ങനെ കഥ. ഇനി ആക്ച്വലി തൃശ്ശൂർ ഒരു സ്ത്രീയും പുരുഷനും ഒരു ഷട്ടറിട്ട റൂമിൽ കുടുങ്ങി മരിച്ചുപോയ കഥ ഉണ്ടായിരുന്നു, പത്രത്തിൽ വന്നിരുന്നു. ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ടൈറ്റിൽ തന്നെ ഷട്ടർ യാഥാർത്ഥ്യമായി, 2 പേർ മരിച്ചു. തൃശ്ശൂരിൽ ഷട്ടറിട്ട മുറിയിൽ ഒരു ലേഡി, അവർ കുട്ടീനെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് അവരെ ബോയ് ഫ്രണ്ട് കാണാമെന്നാണ്. ഈ ബോയ് ഫ്രണ്ടാണോ സുഹൃത്താണോ നമുക്കറിയില്ല. എനിവേ ഈ അയാൾ ഷട്ടർ താത്തിയിട്ടിരുന്നു. സെക്യൂരിറ്റിക്കാരൻ അതിലെ കടന്നു പോവുക, മാളിലാണ്. ഈ കട പൂട്ടാൻ മുതലാളി മറന്നുപോയോ? അയാൾ പോയി പൂട്ട് വാങ്ങിയിട്ട് പുറത്തിട്ട് പൂട്ടി. പിറ്റേ ദിവസം രാവിലെ ഒരു ബോഡിയാണ് കാണുന്നത്, സൂയിസൈഡാണെന്നാണ് പറയുന്നത്. കാരണം രക്ഷപ്പെടാൻ വേറൊരു മാർഗവുമില്ല. പിന്നെ ഈ സദാചാരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടെ ആയിട്ട് ധൈര്യമില്ലല്ലോ ആൾക്കാർക്ക്. ഞാൻ ഇന്ന ആളായിട്ട് ഇണചേർന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഉഭയകക്ഷി സമ്മതപ്രകാരം കിടക്ക പങ്കിട്ടു എന്ന് പറയാൻ ധൈര്യമുള്ള ആരും ഇല്ലല്ലോ. അപ്പോൾ പേടിയായി. അപ്പോൾ സൂയിസൈഡിൽ അഭയം പ്രാപിച്ചത്. യൂറോപ്യൻ സംസ്കാരത്തിലൊക്കെ നമ്മൾ എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും പ്രാകൃതരായിട്ടുള്ള മനുഷ്യരാണ്. നിരവധി അംഗീകാരങ്ങൾ നേടിയ സിനിമയാണ് ഷട്ടർ. ഈ ഷട്ടർ സിനിമയ്ക്ക് ശേഷം സാർ എന്തുകൊണ്ടാണ് വേറൊരു സിനിമ സംവിധാനം ചെയ്യാതിരുന്നത്? അല്ല, പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു സബ്ജക്റ്റാണ് പിന്നെ ഞാൻ എൻ്റെ അസോസിയേറ്റിന് കൊടുത്തത്, അങ്കിൾ എന്നുള്ള പടം. അങ്കിൾ, അതെ. അത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, ഞാൻ അഭിനയിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് മമ്മൂട്ടി അഭിനയിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട്, അതറിയുന്നത് കൊണ്ടും നമ്മൾ മാറി. അദ്ദേഹം സന്തോഷപൂർവ്വം അത് ചെയ്തു. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറെ ഭാഗത്തേക്ക് മാറി. ഡയറക്റ്റ് ചെയ്ത് ഗിരീഷ് ദാമോദർ എന്ന് പറഞ്ഞിട്ടുള്ള, കുറേ കാലമായിട്ട് മലയാള സിനിമയിൽ പല സംവിധായകരുടെ കൂടെയും ജോലി ചെയ്തിട്ടുള്ള ഒരു കക്ഷിയാണ്. അപ്പോൾ അയാൾക്കൊരു
ഞാനോ പ്രശസ്തനായി. ഇപ്പോൾ അയാൾക്ക് ഇരിക്കട്ടെ അടുത്ത പ്രശസ്തി എന്നുള്ള രീതിയിൽ കൊടുത്തു. മൂന്നാമത് ഞാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത പടമാണ് ചാവേർ. ചാവേർ. അത് കാര്യങ്ങളൊക്കെ നീക്കി ഡയറക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് ടിനു പാപ്പച്ചൻ എന്നെ സമീപിക്കുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ ചെറിയൊരു മടി എനിക്കുണ്ട്. കാരണം ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഭാരിച്ച പണിയാണ്. ഒരു വർഷത്തോളം നമ്മളതിന് വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് അഭിനയിക്കാൻ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതിലേക്ക് മാത്രം ശ്രദ്ധ വേണം. അപ്പോൾ ടിനു പാപ്പച്ചനാണെങ്കിൽ ഡയറക്ടറുടെ ജീവിതം തിരഞ്ഞെടുത്ത ഒരാളാണ്. ഞാൻ സംവിധായകനായിക്കളയാം തീരുമാനിച്ച ആളാണ്. മാത്രമല്ല എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു സംവിധായകനാണ്. യുവ സംവിധായകരുടെ ഇടയിൽ താല്പര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു സിനിമയുടെ ഒരു അതിലയാൾ കാണിക്കുന്നൊരു വിഗറും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും പിന്നെ അതിൻ്റെ ഒരു ചാമ് ഒക്കെ എനിക്ക് അയാളുടെ 2 സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി താൻ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ മാറിക്കൊടുത്തു. ഇപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുകയാണ് വേറെ ആരെങ്കിലും നല്ലൊരാൾ വന്നാൽ ചിലപ്പോൾ ഞാൻ കൊടുത്തേക്കും. അത്രേ ഉള്ളൂ. എല്ലാ കാലവും എനിക്കിങ്ങനെ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് ജീവിക്കാനുള്ള വകുപ്പ് കിട്ടണം. അതിപ്പോൾ അഭിനയമായാലും ശരി, തിരക്കഥയായാലും ശരി, സംവിധായകനായാലും ശരി. അല്ലാതെ സംവിധാനം തന്നെ ചെയ്യണമെന്ന് എനിക്കങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഞാൻ കവിത എഴുതുന്നുണ്ട്. ഇപ്പം എൻ്റെ 2 പുസ്തകം ഇറങ്ങി കവിത. ഇനി വേണ്ടി വന്നാൽ ഞാൻ നോവൽ എഴുതും. എന്തും ചെയ്യും. എന്തും ചെയ്യും. സാറിപ്പോൾ ഇപ്പോൾ അങ്കിൾ എന്നുള്ള സിനിമ നിർമ്മിച്ചു. ഈ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഷട്ടറല്ല, അങ്കിളിലല്ല. കാരണം അങ്കിളിൽ ഏറ്റവും വലിയ ബാധ്യത ആയിട്ട് വരേണ്ടത് മമ്മൂട്ടിയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും സുഖകരമായ അവസ്ഥ മമ്മൂക്ക വന്നുകൊണ്ടുണ്ടായി. കാരണം ഞാൻ കാശ് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളെ എഫോർഡ് ചെയ്യാനുള്ള കാശൊന്നും എൻ്റെ അടുത്തില്ല, അത് നിന്നോട് ഞാൻ പൈസ വെച്ചിട്ടില്ലല്ലോ. പക്ഷെ നീ പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മളാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പടം കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ മമ്മൂക്കയുടെ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ നമുക്കില്ല. പിന്നെ പോരാത്തതിന് മാത്രമല്ല അവസാനത്തെ സമയത്ത് ചോദിച്ചു പൈസ സാമ്പത്തികമായിട്ട് ഇങ്ങനെ ഓക്കെ ആണോ എന്ന് വരെ ചോദിച്ചു. ഷട്ടർ അങ്ങനെയല്ല. ഷട്ടർ ഞാൻ തുടങ്ങുന്നത് ഗൾഫിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, US ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, പുള്ളി എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഒരു സിനിമ എടുക്കണം. എനിക്കറിയില്ല, അയാൾ എൻ്റെ മുൻകാല അനുഭവങ്ങളൊന്നും അയാൾക്കറിയില്ല, എൻ്റെ സുഹൃത്താണെന്നുള്ളൂ. അല്ല നിങ്ങൾ സിനിമ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലൊരു സിനിമ ഉണ്ട്, ഞാനിങ്ങനെ ഒരു ഷോർട്ട് ഫിലിമാണ് ആലോചിക്കുന്നത്. ഷോർട്ട് ഫിലിമാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷോർട്ട് ഫിലിമിനാണ് സ്ക്രിപ്റ്റ് എഴുതിയത് ഷട്ടറിൻ്റെ. അങ്ങനെ ഞാനും ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ന്യൂസ് 18 എഡിറ്ററുണ്ട്. ചന്ദ്രകാന്തിൻ്റെ വൈഫുണ്ട് ഗീതു, അവിടെ നിന്ന് അവിടെ ജേർണലിസ്റ്റാണ്. ഞാൻ നമ്രതയിലാണല്ലോ, അറിയാലോ. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നു. ഇദ്ദേഹം എൻ്റെ ക്ലോസ് ഫ്രണ്ടാട്ടോ. അപ്പം എന്നോട് പറഞ്ഞു എന്തിനാണ് ഷോർട്ട് ഫിലിം ആക്കുന്നത്, ഫീച്ചർ ഫിലിം ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു രഞ്ജിത്തും അതാണ് പറഞ്ഞത്, എന്നാൽ പിന്നെ നോക്കണ്ട, നമുക്ക് കുറച്ച് പൈസ ഞാൻ റെഡിയാക്കാം. പക്ഷേ അങ്ങനെ ആ ധൈര്യത്തിൽ ഷൂട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ലാൽ വേണം, ശ്രീനിവാസൻ വേണം. അപ്പോൾ ലാലിലൊന്നും എനിക്ക് പരിചയമൊന്നുമില്ല. ഞാനന്ന് ലാലിനെ കോൺടാക്ട് ചെയ്യുന്നത് അലക്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട്. ഇപ്പം കിഷ്കിൻ്റെ കണ്ടത്തിൻ്റെയൊക്കെ ലൈൻ പ്രൊഡ്യൂസറൊക്കെയാണ്. അലക്സ് അന്ന് ആൻഡ്രോ ജോസഫ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, കോഴിക്കോട്ടുകാരാണ്. അങ്ങനെ അലക്സിനെ കണ്ടിട്ട് ഞാൻ ലാലുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് എടുത്തു. അദ്ദേഹത്തെ സിനിമയെ കണ്ട പരിചയം എനിക്കുള്ളൂ, വേറെ പരിചയമൊന്നുമില്ല. അദ്ദേഹത്തിന് എന്നെ അറിയില്ല. ഞാൻ ഫ്രഞ്ച് താടിക്ക് വെച്ചിട്ട് ഒരു രൂപൻ്റെ അന്ന് ഗൾഫിൽ നിന്ന് വന്നതല്ല. അപ്പം ഞാനൊരു ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് അവരെ വീട്ടിൽ പോയത്. അപ്പോൾ തന്നെ പുള്ളി നമ്മളെ അളന്ന്, ഇതൊരു തല്ലിപ്പൊളിയാണല്ലോ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ. പിന്നെ എന്നോട് പിന്നെ പറഞ്ഞു പുള്ളി, നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു ഗൾഫിൽ നിന്ന് കുറച്ച് പൈസക്കായിട്ട് വന്ന ഒരു മഫൻ, അങ്ങനെ ആൾക്കാർ വരും, ഒരുപാട് ആൾക്കാർ. പക്ഷെ കഥ ഞാൻ പറഞ്ഞ ഒരു പകുതിയായപ്പോൾ
പുള്ളി എണീറ്റ് ആ. പുള്ളി എണീറ്റ് പുറത്തേക്ക് പോയി സിഗരറ്റൊക്കെ കളിച്ചു. അപ്പോൾ ഞാനും ചെന്ന് ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെട്ടില്ലേ, കഥ ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അവനോട് ചോദിച്ചു ഇയാൾ എങ്ങനെ അവസാനം രക്ഷപ്പെടുക. അവസാനം അപ്പം എനിക്ക് മനസ്സിലായി മൂപ്പരാതിൽ കുടുങ്ങിയെന്നുള്ളത്. അതെ. അങ്ങനെ അപ്പം തന്നെ കൈയൊന്ന് നമുക്ക് പടം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ശ്രീനിവാസനായിരുന്നു. ശ്രീനേട്ടനെ ശരിക്കും എനിക്ക് എത്രയോ കാലം മുമ്പ് അറിയാം. ശ്രീനേട്ടൻ്റെ ആദ്യ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യ പടത്തിൽ രണ്ടാമത്തെ പടത്തിൽ ഞാൻ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ ആൾക്കൂട്ടത്തിൽ എന്നെ കാണാം. അതെ. ഞങ്ങളൊക്കെ ഒരു സംഘാടകർ, സംഘഗാനം എന്നാണ് സിനിമേൻ്റെ പേര്, ആ സംഘഗാനം PA ബക്കറിൻ്റെ. അത് ദാരിദ്ര്യം സിനിമയാണ്. ആ ശ്രീനേട്ടൻ വന്നിട്ട് ശ്രീനേട്ടൻ രണ്ടാമത്തെ സിനിമയാണ് അത്, മണിമുഴക്കം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ. അത് ശ്രീനേട്ടൻ വന്ന് ഇതിലേക്ക് ഒരു ഓഫീസ് പറഞ്ഞാൽ രാഘവൻ മേസ്ത്രീൻ്റെ തയ്യക്കടയാണ് ഈ സിനിമയുടെ മൊത്തം ഓഫീസ്. ശ്രീനിവാസിന് താമസിക്കാൻ വൃന്ദാവൻ ഹോട്ടലുണ്ട് നടക്കാവിൽ, ഒരു ഇടത്തരം ഹോട്ടലാണ്, അവിടെ റൂം. ശ്രീനിവാസന് ഈ കോസ്റ്റ്യൂം ഉണ്ട്, കോട്ടും ഒരു തൊപ്പിയൊക്കെയാണ്. അതായിട്ട് ഈ തയ്യൽ കടയിൽ വന്നിരിക്കും. മരണ ബീഡി വലിയ അന്ന് സമയത്ത് ബീഡി സപ്ലൈ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ പുള്ളിക്ക്. പുള്ളി ആ അങ്ങനെ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് രംഗത്ത് മധുമാഷ് എന്ന് പറഞ്ഞൊരു എൻ്റെ ഗുരുവായിട്ടുള്ള നാടക ഗുരുവാണ്. അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് സെൻട്രൽ ക്യാരക്ടർ. അദ്ദേഹം മരിച്ചിട്ട് ആ ബോഡി ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശ്രീനിവാസനും ജനങ്ങളും കൂടിയാണ്. ഈ ജനങ്ങളെ കിട്ടാനില്ല. അന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒന്നുമില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇത് 79 മറ്റോ. പിന്നെ അറിയുന്നത്ര ആൾക്കാരെ സംഘടിപ്പിക്കാന്നുള്ളൂ. അങ്ങനെ കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് അവർ നോക്കുമ്പോൾ ആരാ അഭിനയിക്കുന്നത്, നസീറാണോ? ഓ നസീറല്ല, സോമനാണോ? സോമനല്ല. പിന്നെ ആരാ? മധുമാഷ് ശ്രീനിവാസനാണ്. അവർ മുങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ, അപ്പോൾ ഡയറക്ടർ പറഞ്ഞു നിങ്ങളൊക്കെ കയറിക്കുന്നു. അങ്ങനെ കയറിക്കുന്നു. ഫ്രണ്ടിലായി. അത് ദൂരദർശൻ മറ്റേ ടെലിസ്കോപ്പ് വെച്ച് നോക്കിയാലേ കാണുള്ളൂ, അത്രയും ആൾക്കൂട്ടത്തിൽ. പിന്നെ അപ്പോൾ ശ്രീനേട്ടനൊക്കെ അറിയാം, ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എൻ്റെ നാടകമൊക്കെ കണ്ടിട്ടുണ്ട്. അത് ശ്രീനേട്ടനെ കാണാൻ വേണ്ടി പല പ്രാവശ്യം പോകുന്നു. പുള്ളി തിരക്കാണ്. അപ്പം ഡേറ്റുകൾ ഇങ്ങനെ മാറി വെക്കും. അപ്പോൾ ഡേറ്റ് മാറിക്കുക കാരണം ഞാൻ പുള്ളിയുടെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ വേറെ പല കാര്യങ്ങളും സംസാരിച്ചിട്ട് സമയം പോകും. അപ്പം മറ്റേ ഡയറക്ടർ പറയും സാർ ഷോർട്ട് റെഡി പറയും. അപ്പം ജോലി നമുക്ക് പിന്നെ കാണാം. അപ്പം ഞാൻ വന്ന കാര്യം പറയാം. അങ്ങനെ 2-3 പ്രാവശ്യം കഴിഞ്ഞ് അവസാനം ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് അപ്പോൾ ലാലോ ഒക്കെ പടം തുടങ്ങണമെങ്കിൽ ശ്രീനേട്ടൻ്റെ ഡേറ്റ് കൂടെ വേണം. അങ്ങനെ ലാല് ചോദിച്ചു എന്തായി നമ്മൾ പടം തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു വിളിക്കും അധിക ദിവസവും. മൂപ്പർ അങ്ങനെ കേട്ടോ, ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിളിച്ച് നമ്മളിങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഐഡിയാസും പറഞ്ഞു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീനേട്ടൻ അങ്ങോട്ട് അടുക്കുന്നില്ല, മൂപ്പർ വഴുതി കളിക്കുകയാണ്. അപ്പോൾ ലാല് ശ്രീനേട്ടനെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആ ജോയി നിങ്ങൾ പുറകെ നടക്കുന്നുണ്ടല്ലോ, നിങ്ങളെ പഴയ സുഹൃത്താന്ന് പറയുന്നു. അല്ല അവനോട് ഡേറ്റ് വെച്ചിട്ടില്ല, വരുന്നു കാണുന്നു പോകുന്നു. അങ്ങനെ അപ്പോൾ ആ സമയത്ത് വീണ്ടും ദുബായി പോയി, എന്തോ കാര്യത്തിന് പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ശ്രീനേട്ടൻ്റെ ഫോൺ വരിക. എടൂ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്, നമ്മൾ സിനിമക്കാരല്ലേ, പിന്നെന്താ തന്നെ ഒഴിവാക്കിയെന്നൊക്കെ പറഞ്ഞു. താനോട് കഥ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കോഴിക്കോടെത്തി വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ കഥ പറയാൻ എറണാകുളത്തേക്ക് വരുമെന്ന് വേണ്ട, ഞാൻ കോഴിക്കോട് വഴിക്ക് നാട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം. അങ്ങനെ നാട്ടിൽ പോകാൻ വേണ്ടി മൂപ്പര് കഥ പറയുമ്പോൾ കഴിഞ്ഞ സമയം അവർ ബെൻസ് കാറൊക്കെ പ്രൊഡ്യൂസർ കൊടുത്തിട്ടുണ്ട്, അതിനാണ് വരുന്നത്. അപ്പോൾ ഞാൻ വഴിയിൽ നിന്നു. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഹോട്ടലിലോ മറ്റോ ഊണ് കഴിക്കാം, അവിടെ പറയാം, അല്ലെങ്കിൽ വീട്ടിൽ പോകാമൊക്കെ. പുള്ളി പറഞ്ഞു ഞാൻ ഊണ് കടവന്ന് കഴിച്ചു, നമുക്ക് എവിടെ ഇരിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാര്യം ചെയ്യാം, നിങ്ങളിപ്പോൾ വടകരയ്ക്ക് പോകല്ലേ, ഞാൻ കാറിൽ വരാം, കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ വഴിയിൽ ഇറക്കിക്കോ, ഞാൻ തിരിച്ചു പോകുന്നോളാം. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ കഥ പറയും, വണ്ടിയിരുന്ന് കഥ പറഞ്ഞു. വടകര വരെ എത്തി. വടകര എത്തി അവിടെ ഞങ്ങൾ അവരുടെ ഫ്രണ്ടിൻ്റെ ഹോട്ടലിലാണ്, അവിടുന്ന് പോലെ ചായ കുടിച്ചു. ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ നമുക്ക് എന്താ, ഞാൻ പറയാം. അപ്പോഴാ പറഞ്ഞു ഞാൻ പറയാം. ഇനി കഥ ചോദിക്കരുത്, താനെങ്ങനെ പോകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടുത്തെ ബസ് കയറി പോകും. വടകര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങാൻ നേരത്ത് പുള്ളി എന്നെ വിളിച്ചു,
ഇപ്പോൾ ഈ അകത്ത് കിടക്കുന്നത് നമ്മുടെ താടിയിലാണോ ഞാൻ പറഞ്ഞതെ, ഞാനാ പുറത്തുള്ള ആളല്ലേ, നമുക്ക് ചെയ്യാം. അന്ന് സീനിയറിൻ്റെ ഡ്രൈവറായിട്ടുള്ള ഒരു കക്ഷിയുണ്ട്, ഷിനോജ് എന്നൊരു പേര് തോന്നുന്നു. പിന്നെ കുറേ കൊല്ലത്തിന് ശേഷം ഷിനോജിൻ്റെ ദിവസം ഞാൻ കാണുക. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് നിങ്ങൾ കഥ പറയുമ്പോൾ ഞാനാ വണ്ടി ഓടിച്ചത്. എന്നോട് ശ്രീകണ്ഠൻ ചോദിച്ചു അങ്ങോട്ട് പോയപ്പോൾ കഥ കണ്ടോട് ചോദിച്ചു. ഞാനാ പറഞ്ഞു ഉഗ്രം കഥയാണെന്ന്. എനിക്കതിന് ക്രെഡിറ്റ് തരുന്നത്. അങ്ങനെ സീനിയർ അയാൾക്ക് വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ ഇപ്പോൾ അടുത്ത്. പിന്നെ എത്രയോ കാലം കൂടെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ വരുന്നത്. പിന്നെ സജിതാ മഠത്തിൽ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തതാണ്. എൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു കാസ്റ്റിംഗ് വന്നപ്പോൾ ഒരു പുതിയ നടി വേണമെന്ന് എനിക്കുണ്ടായിരുന്നു, ഒരു നമുക്ക് മുൻവിധികളൊന്നും തോന്നാത്തൊരു നടി. പിന്നെ വിനയ് ഫോർട്ടിനെ ഹരിനായരാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ വിനയ് ഫോർട്ടിൻ്റെ ഓഡീഷൻ വെച്ചു. വിനയ് ഫോർട്ടിൻ്റെ മൂന്നാമത്തെ പടമാണ്. നല്ല ബ്രേക്കിംഗ് പടമായിരുന്നു. അത് നന്നായി ചെയ്തു. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അങ്ങനത്തെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ നമ്മൾ അപൂർവമായിട്ട് കണ്ടുള്ളൂ. ഓട്ടോറിക്ഷ ഓടിക്കാൻ ഇതിനു വേണ്ടി പഠിച്ചു. ഞാൻ പറഞ്ഞു മസ്റ്റാണ്, ഓട്ടോറിക്ഷ ഓടിച്ചേ പറ്റൂ. ഒന്നുമില്ലെങ്കിലും നീ പടത്തിൽ കിടക്കായില്ലെങ്കിലും ഒരു ഓട്ടോ ഓടിക്കാനുള്ള അവൻ ഓട്ടോ ഓടിക്കാൻ പഠിച്ചു. കോഴിക്കോട് വന്ന് താമസിച്ച് കോഴിക്കോട് ഭാഷ സ്ലാങ് ഈ കൊച്ചിക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അങ്ങോട്ട് പോയില്ല, ഞാൻ അങ്ങോട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരുടെ ഒരു ഭാഷയുണ്ട്. അതൊക്കെ പഠിച്ചു. പിന്നെ കൂടെ നിന്ന് ബാക്കിയുള്ള ആക്ടേഴ്സിനൊക്കെ ട്രെയിനിങ് ക്യാമ്പ് നടത്തിയത് വിനയ് ഫോർട്ടാണ്. ഒരാഴ്ച 2 ദിവസം ഞങ്ങൾ ക്യാമ്പ് നടത്തി നാടകക്കാരെയൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചു, കോഴിക്കോട്ടുള്ള നാടകക്കാരെ സിനിമയ്ക്ക് വിളിക്കില്ല. കാരണം ഇവർക്ക് നാടകം ഉണ്ടാവും ആ ദിവസം. ഷൂട്ടിൻ്റെ പകുതിയായപ്പോൾ ഒരാൾ പറയാം, ജോയേട്ടാ നാളെ നാടകം ഉണ്ട്, നാളെ ഞാൻ വരില്ല. ഞങ്ങളൊരു സിനിമയല്ല, ഇതങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, എനിക്ക് നാടകം എത്തണ്ടേ. അപ്പോൾ സിനിമയെ പ്രൊഫഷണലായിട്ട് കാണുന്നവർ മാത്രമേ സിനിമയിൽ വർക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. മറ്റവർക്ക് ഈ നാടകത്തിന് ഡേറ്റ് മാറ്റാൻ പറ്റില്ല. മനസ്സിലായോ? അതെ, കറക്റ്റാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് സാറിപ്പോൾ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് നാടകത്തിൽ നിന്നാണല്ലോ തുടക്കം. ഇപ്പോൾ സിനിമ കിട്ടിയപ്പോൾ പൂർണ്ണമായിട്ടും നാടകം ഒഴിവാക്കിയോ? അല്ല, സിനിമ കിട്ടിക്കഴിഞ്ഞിട്ടും ഞാൻ നാടകം എഴുതി. ഡയറക്റ്റ് ചെയ്തൊന്നുമില്ല. എൻ്റെ ഒരു 28 കൊല്ലം മുമ്പ് എഴുതിയ നാടകമാണ് ഇപ്പോഴും ഇവിടെ ആക്ട് ലാബ് ഉണ്ട് എറണാകുളത്ത്. അവരുടെ ഒരു കുട്ടികളുടെ ഡിപ്ലോമ നാടകം സംഘടൽ എന്നൊരു നാടകമാണ്. ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഷാ എന്നൊക്കെ പറഞ്ഞൊരു നാടകമില്ലേ, ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്, സിദ്ദിഖിൻ്റെ മകൻ, ഇവരൊക്കെ അഭിനയിച്ച നാടകം. അത് ഇപ്പോഴും ഞാൻ അവിടെ ഒരു നാടകം ഡയറക്റ്റ് ചെയ്യാനുള്ള ആലോചനയിലാണ് അവർക്ക് വേണ്ടിയിട്ട്. കുറേ പറയുന്നവർ നാടകത്തെ വിട്ടിട്ടില്ല. നാടകമല്ലേ ജീവിതം.